gonna do something? 2010 പുറത്തിറങ്ങിയ ഖറാത്തെ കിഡ് ഒരു സാധാരണ സ്പോർട്സ് ഡ്രാമ മാത്രമല്ല. ഇത് ആത്മവിശ്വാസം, കുടുംബ ബന്ധം, സംസ്കാര വ്യത്യാസങ്ങൾ, ഭയം മറികടക്കൽ, കഠിനാധ്വാനം എന്നിവയെക്കുറിച്ചുള്ള ഒരു പ്രചോദനാത്മക സിനിമയാണ്. ഹാരാൾഡ് സ്വാർട്ട് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ജാഡൻ സ്മിത്ത് അഭിനയിച്ച ഡ്രേ പാർക്കർ എന്ന ബാലന്റെ ജീവിതമാണ് പ്രമേയം. കൂടാതെ ജാക്കി ചാൻ അവതരിപ്പിച്ച മിസ്റ്റർ ഹാൻ എന്ന കഥാപാത്രം സിനിമയുടെ ആത്മാവായി മാറുന്നു. 1984 ക്ലാസിക് ദ ഖറാത്തെ കിഡ് സിനിമയുടെ പുതിയ രൂപമാണ് ഈ ചിത്രം. എന്നാൽ ഈ പതിപ്പ് പഴയ കഥയെ വെറും പകർത്താതെ അതിനെ ഒരു പുതിയ സംസ്കാരത്തിലേക്കും വികാരങ്ങളിലേക്കും കൊണ്ടുപോകുന്നു. അമേരിക്കയിൽ നിന്നുള്ള ഒരു ബാലൻ ചൈനയിലെത്തി അവിടെ നേരിടുന്ന പ്രശ്നങ്ങളും പിന്നീട് ഒരു യോദ്ധാവായി മാറുന്ന യാത്രയുമാണ് സിനിമയുടെ പ്രധാന ഭാഗം. ഡ്രേ പാർക്കർ എന്ന ബാലൻ അമ്മയോടൊപ്പം അമേരിക്കയിൽ ജീവിക്കുകയാണ്. എന്നാൽ അമ്മയുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ അവർ ചൈനയിലെ ബെയ്ജിംഗിലേക്ക് താമസം മാറുന്നു. ഒരു പുതിയ രാജ്യം, പുതിയ ഭാഷ, പുതിയ സംസ്കാരം, ഇതെല്ലാം ഡ്രേക്ക് വലിയ വെല്ലുവിളിയാകുന്നു. അവിടെ എത്തിയ ശേഷം ഡ്രേക്ക് എല്ലാം അന്യമായിരിക്കുന്നു. സുഹൃത്തുക്കളില്ല, ഭാഷ അറിയില്ല, സ്കൂളിലും ഒറ്റപ്പെടലാണ്. എന്നാൽ അവിടെ അവൻ മേയിങ് എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. അവരുമായി സൗഹൃദം തുടങ്ങുന്നു. പക്ഷേ ഈ സൗഹൃദം ചില പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ചെങ് എന്ന ബാലനും അവന്റെ കൂട്ടരും ഡ്രേയെ നിരന്തരം ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. അവർ കുങ്ഫുവിൽ പരിശീലനം നേടിയവരാണ്. ഡ്രേക്ക് അവരെ നേരിടാൻ കഴിയുന്നില്ല. പല തവണയും അവൻ മർദ്ദനമേറ്റു വീഴുന്നു. അവസാനം ഡ്രേയുടെ ജീവിതത്തിലേക്ക് മിസ്റ്റർ ഹാൻ എത്തുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണ മെയിന്റനൻസ് വർക്കർ പോലെയാണ് തോന്നുക. എന്നാൽ അദ്ദേഹം ഒരു അത്ഭുതകരമായ കുങ്ഫു മാസ്റ്ററാണ്. ഇതോടെ സിനിമയുടെ യഥാർത്ഥ യാത്ര. സിനിമയുടെ പേര് ഖറാട്ടെ കിഡ് ആണെങ്കിലും ചിത്രത്തിൽ കാണുന്നത് കൂടുതലും കുങ്ഫു ആണ്. ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ സിനിമയുടെ ലക്ഷ്യം മാർഷൽ ആർട്സിന്റെ പേരല്ല, അതിന്റെ ആത്മാവാണ്. ഇവിടെ മാർഷൽ ആർട്സ് എന്നത് ആത്മനിയന്ത്രണം, ക്ഷമ, ബഹുമാനം, സമാധാനം ഇവയെ പ്രതിനിധീകരിക്കുന്നു. ഈ സിനിമയുടെ മറ്റൊരു വലിയ ശക്തി അതിന്റെ വിഷ്വൽസ് ആണ്. ബെയ്ജിംഗ് നഗരത്തിന്റെ മോഡേൺ ലൈഫ് മുതൽ പുരാതന ചൈനീസ് ക്ഷേത്രങ്ങൾ വരെ സിനിമ അത്ഭുതകരമായി കാണിക്കുന്നു. പ്രത്യേകിച്ച് ഗ്രേറ്റ് വാൾ സീൻസ്, മൗണ്ടൻ ട്രെയിനിങ് സീക്വൻസ്, ഡ്രാഗൺ വെൽ ലൊക്കേഷൻ, ടെമ്പിൾ എൻവയറൺമെന്റ് ഇവ സിനിമയ്ക്ക് ഒരു സ്പിരിച്വൽ ഫീൽ നൽകുന്നു. സിനിമാറ്റോഗ്രഫി വളരെ മനോഹരമാണ്. ഓരോ ഫ്രെയിമും പോളിഷ്ഡ് ഫീൽ നൽകുന്നു. സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇമോഷണൽ സീൻസിനെ കൂടുതൽ ശക്തമാക്കുന്നു. ഫൈറ്റ് സീൻസിൽ എനർജറ്റിക് മ്യൂസിക്കും ഇമോഷണൽ മൊമെന്റ്സിൽ സോഫ്റ്റ് ഓർക്കസ്ട്രൽ സ്കോറും ഉപയോഗിച്ചിരിക്കുന്നു. വിൽ സ്മിത്ത് നിർമ്മാതാവായതിനാൽ സൗണ്ട് ട്രാക്ക് യുവജനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. സിനിമ പറയുന്ന സന്ദേശങ്ങൾ: 1. Discipline is power. ശക്തി മസിൽസിലല്ല, ഡിസിപ്ലിനിലാണ്. 2. Fear can be defeated. ഭയത്തിൽ നിന്ന് ഓടിയാൽ അത് വളരും, നേരിട്ടാൽ അത് കുറഞ്ഞു പോകും. 3. Respect matters. യഥാർത്ഥ മാർഷൽ ആർട്ടിസ്റ്റ് ഒരിക്കലും അഹങ്കരിക്കില്ല. 4. Pain can transform people. മിസ്റ്റർ ഹാന്റെ ജീവിതം അതിന്റെ ഉദാഹരണമാണ്. 5. Hard work changes destiny. ഡ്രേയുടെ മാറ്റം അതിന് തെളിവാണ്. ഈ സിനിമ കണ്ട ശേഷം പലർക്കും മാർഷൽ ആർട്സ് പഠിക്കണമെന്ന് തോന്നും, ഡിസിപ്ലിൻ ഇംപ്രൂവ് ചെയ്യണമെന്ന് തോന്നും, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ ലഭിക്കും. ഇതാണ് സിനിമയുടെ ഇമ്പാക്ട്. അപ്പോൾ ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പലരും ഈ സിനിമ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ കൊച്ചു ടിവിയിൽ കണ്ടിട്ടുണ്ടാകും. പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പോഴും കണ്ടു നോക്ക്. ആ ഫീലിംഗ് ഒന്നും ഒരു കുറവും ഉണ്ടാവില്ല. ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണം. തുടരുന്നതായിരിക്കും.